പ്രിയങ്കരനും ബഹുമാന്യമായിട്ടുള്ള അധ്യക്ഷൻ, എനിക്ക് എൻ്റെ പ്രഭാഷണത്തിന് ഊർജം പകരാനെന്നോണം എൻ്റെ കൃതിയിലെ ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു രംഗത്തെപ്പറ്റി സൂചന നൽകി. കരുണാമയനാണ് നബി എന്നതിൻ്റെ എത്രയോ ദൃഷ്ടാന്തങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും. കാരുണ്യം മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും ഉന്നതവും ഉദാത്തവുമായ വികാരമാണ്. സ്നേഹം നമ്മൾ പറയും, സ്നേഹം നല്ല തന്നെയാണ്. പക്ഷെ സ്നേഹത്തിൻ്റെ അകത്തും ചെറിയ സ്വാർത്ഥതയുടെ കണികകളെല്ലാം ഉണ്ടാവും. പക്ഷെ കാരുണ്യം അങ്ങനെയല്ല, നിരുപാധികമാണ്. ഒരു ഉപാധികളും ഉണ്ടായിട്ടല്ല, ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല. ആ കാരുണ്യം നൽകിക്കൊണ്ടിരിക്കുക എന്നത് നൽകുന്നവൻ്റെ ആത്മീയമായ ഉത്കർഷത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ നൽകാനേ സാധിക്കൂ. അതാണ് മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ആ ഒരു തലം. അവിടെയാണ് മനുഷ്യൻ ശരിയായിട്ടുള്ള ദൈവസൃഷ്ടിയായി മാറുന്നത്. ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണഗണമായിട്ടുള്ള ഗുണം സ്വാംശീകരിച്ച് ഏകദേശം ഒരു അഭേദത്തിലേക്ക് എത്തുന്ന ഒരവസ്ഥ അവിടെ സംജാതമാകുന്നുണ്ട്. നമുക്ക് സമയം വളരെ കുറവാണ്. ഇത് വളരെ ഈ വിഷയത്തിൽ എന്നെക്കാട്ടിലും അറിവുള്ള ആൾക്കാരും പഠിച്ചവരും കൂടിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ വേഗം വിഷയത്തിലേക്ക് കടക്കാം. എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരം സംസാരിക്കാം. അപ്പോൾ എനിക്ക് നിങ്ങളിൽ നിന്നും അറിയാനുള്ളത് അറിയാലോ. ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു ഇടപാടാക്കി മാറ്റണ്ട എന്നെനിക്ക് തോന്നുകയാണ്. ഈ വിഷയം തിരുവചന പൊരുളുകൾ, സൗന്ദര്യം, ആഖ്യാനം, ആകാരം, തനിമാ സാഹിത്യവേദിയാണ് ഈ ശില്പശാല നടത്തുന്നത്. തനിമയ്ക്കും അതിൻ്റെ മാതൃസംഘടനയായിട്ടുള്ള ജമായത്തിനുമുള്ളൊരു സവിശേഷതയായി ഞാൻ കണ്ടിട്ടുള്ളത് സ്വയം അത് നവീകരണക്ഷമമാകുന്നു. കേരളത്തിൽ ആദ്യം ഉണ്ടായിരുന്ന ജമായത്തല്ല ഇന്നത്തെ ജമായത്ത്. അതിപ്പോൾ എല്ലാവർക്കും അറിയാം. അത് വളരെ സ്വയം വികസിക്കുകയും സ്വയം തിരുത്തുകയും ചെയ്യുന്നത്. അത് ഇസ്ലാമിൻ്റെ ഒരു സ്വഭാവം കൂടിയാണെന്നുള്ളതാണ്. സെൽഫ് റിഫ്ലക്ഷൻ, അവനവനെപ്പറ്റി തന്നെ ചിന്തിക്കുക, അവനവനെ നവീകരിക്കുക, ആത്മവിമർശനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഇസ്ലാമിലുണ്ട്. അവനവനെ പരിശോധിക്കുക, നോമ്പിലൊക്കെ തന്നെയാണ്. അവനവനെ മനസ്സിലാക്കാനും തിരുത്താനും നവീകരിക്കാനുമുള്ളൊരു പ്രക്രിയയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അവനവനെന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ സ്വയം ശിക്ഷിക്കാനും കൂടിയുള്ള അത്രയ്ക്ക് വലിയ വിശാലമായ ഉദാത്തത ഇസ്ലാമിൻ്റെ അകത്തുണ്ട് എന്നുള്ള. ഇതൊന്നും പലപ്പോഴും നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല. നമുക്ക് സൗകര്യമുള്ള ഭാഗം മാത്രം നമ്മൾ വായിക്കും. അങ്ങനെയാണ് എല്ലാ മതക്കാരും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, നബിയുടെ ജീവിതത്തിൽ ഒരു യുദ്ധത്തിൻ്റെ മുമ്പേ ഭടന്മാരിങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. അവരെ പരിശോധിക്കുന്ന സമയത്ത് വാളോ ആയുധമോ കൊണ്ടിട്ട് അയാളുടെ വയറിൽ വേദനിച്ചു പോവുക, വയറുമ്മൽ കുത്തിപ്പോവുകയാണ്. അപ്പം നബി ആ വാളങ്ങോട്ട് കൊടുത്തിട്ട് അതേമാതിരി എൻ്റെ വയറ്റിനെ വേദനിപ്പിക്കുക. അതൊരു പ്രായശ്ചിത്ത ക്രിയയാണ്, അറിയാതെ ചെയ്തു പോയതാണ്. അപ്പം ഇത് നബിയുടെ ഈ പെരുമാറ്റം, നബി പറഞ്ഞിട്ടില്ലേ, തൻ്റെ മുമ്പേയുള്ള എല്ലാ പ്രവാചകരെയും ബഹുമാനിക്കണം, ഞാനും അതിൻ്റെ ഒരു തുടർച്ചയാന്ന് പറഞ്ഞതിൻ്റെ അതേ സ്വഭാവമാണ്. ഈ സ്വഭാവം തന്നെയാണ് ശ്രീരാമനും കാണിച്ചിട്ടുള്ളത്, ഭീഷ്മാചാര്യരും കാണിച്ചിട്ടുള്ളത്. ഇതാണ്. ഭീഷ്മാചാര്യർ മരിക്കുന്നതിൻ്റെ മുമ്പേ ശരശയ്യയിൽ കിടക്കുക കുറേ ദിവസം. അതെന്തിനാണ്? സ്വയം ദ്രൗപദീനെ വസ്ത്രാക്ഷേപം ചെയ്യുന്ന സമയത്ത് തനിക്ക് കൗരവരോടുള്ള കടപ്പാടിൻ്റെ പേരിൽ മുണ്ടാതെ നിന്നു, മൗനം പാലിച്ചു എന്ന തെറ്റിനുള്ള ശിക്ഷ ഏറ്റുവാങ്ങിയിട്ടേ ഭൂമിയിൽ നിന്ന് പോകാൻ തന്നെ തയ്യാറാവും. ശ്രീരാമൻ ധർമ്മത്തിനു വേണ്ടി, പൗരന്മാരുടെ നാടിൻ്റെ ധർമ്മത്തെ രക്ഷിക്കുകയാണ് ഒരു രാജാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിയ. പക്ഷെ അതിനുവേണ്ടി സ്വന്തം ഭാര്യയോട് വലിയ അതിക്രമ ചെയ്തത്. ഭാര്യയെ കാട്ടിൽ കൊണ്ടാക്കി. പക്ഷെ അതിനുശേഷം ശ്രീരാമന് അറിയാം തെറ്റാണ്. പക്ഷെ ചില ധർമ്മസങ്കടങ്ങൾ രാജാക്കന്മാർക്കുണ്ടാകും. അവർക്ക് ഏതാണ് പ്രജകളുടെ ആണോ, നാടിൻ്റെ താല്പര്യമാണോ, കുടുംബത്തിൻ്റെ താല്പര്യമാണോ ആദ്യം വേണ്ടതെന്ന് പറയുമ്പോൾ അതിൽ ചില തിരഞ്ഞെടുപ്പുകൾ വേണ്ടി വരും, അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. പക്ഷെ അതിന് ശേഷം നമ്മൾ ശ്രീരാമനെ ധാരാളം കുറ്റം പറയാറുണ്ട്, സീതേനെ കാട്ടിൽ കൊണ്ടാക്കിയെന്ന്. പക്ഷെ ശ്രീരാമൻ്റെ പൊസിഷൻ നമ്മൾ മനസ്സിലാക്കണം. നമ്മളെല്ലാവരും എല്ലാറ്റിനും ന്യായീകരിക്കൊന്നും വേണ്ട. പക്ഷെ അതല്ല, അതിന് ശേഷം ശ്രീരാമൻ സീതേനെ കാട്ടിൽ കൊണ്ടാക്കിയതിന് ശേഷം
പലകയിൽ, മരപ്പലകയിൽ ദർഭപ്പുല്ല് വിരിച്ചിട്ടാണ് മരിക്കുന്നവരെ കടന്നിട്ടുള്ളത്. സരയൂ നദിയിൽ ഇറങ്ങിപ്പോകുന്നവരെ ദർഭപ്പുല്ല് വിരിച്ചിട്ട് കിടക്കുക മരത്തുമ്മൽ. അതെന്താ? പിന്നെ ഹിന്ദു ധർമ്മപ്രകാരം മൃതശരീരമാണ് മരത്തുമ്മൽ ദർഭപ്പുല്ല് വെച്ച് കേട്ടപ്പോൾ താൻ മരിച്ചു, സീത പോയോടുകൂടി താൻ മരിച്ചു. സീതയോട് ചെയ്തിട്ടുള്ള അനീതിക്കുള്ള പ്രായശ്ചിത്തം സ്വയം ഏറ്റുവാങ്ങാണ് ശ്രീരാമൻ ചെയ്തത്. നബിയാണെങ്കിൽ അറിയാതെ ആയുധം കെട്ടിട്ട് വയറുവേദനിച്ചവനോട് ആ വേദന എനിക്കും കൂടി തന്നിട്ട് ഞാൻ പ്രായശ്ചിത്തം ഏറ്റുവാങ്ങാണ്. അപ്പോൾ സെൽഫ് റിഫ്ലക്ഷൻ, സെൽഫ് ക്രിറ്റിസം എന്നത് ഇസ്ലാമിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം, എല്ലാ മതങ്ങളുടെയും ഭാഗം. പ്രായശ്ചിത്തം, മനസ്താപം, ക്രിസ്ത്യാനിറ്റിയിലാണെങ്കിൽ കുംഭസാരം മുതലായിട്ടുള്ള. പിന്നെ കമ്മ്യൂണിസ്റ്റുകാരിലും ഉണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ വലിയ സ്വയം തിരുത്തലാണ് അവരുടെ പ്രധാന സ്വയം വിമർശനം. പക്ഷേ എപ്പോഴാണ് എത്ര തിരുത്തൽ എനിക്കറിയില്ല. പിന്നെ അതിപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ, മതത്തിലും ഇപ്പോൾ ഒക്കെ അങ്ങനെയായിട്ട് മാറിയിട്ടുണ്ട്. അതൊക്കെ വേറെ വിഷയം. പക്ഷേ തത്വങ്ങൾ നമ്മൾ മറന്നുകൊണ്ട്, ഈ തിയറി ആൻഡ് പ്രാക്ടീസ് എന്നല്ലോ, പ്രാക്ടീസ് തെറ്റെന്ന് വിചാരിച്ചിട്ട് തിയറിയും അതാണ് തെറ്റിദ്ധരിക്കുന്നതിൻ്റെ അനർത്ഥമാണ് ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആൾക്കാരുടെ ചെറുപ്പം കൊണ്ട്, വിവരക്കൊടുകൊണ്ട്, മനസ്സിൻ്റെ ഇടുക്കം കൊണ്ട് ചെയ്യുന്ന സ്വാർത്ഥപരമായിട്ടുള്ള വ്യാഖ്യാനങ്ങളാണ് ശരിയായിട്ടുള്ള തത്വം തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ഏറ്റവും കടുത്ത പാപമായിട്ട് മാറുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, തനിമയുടെ മാതൃപ്രസ്ഥാനമായിട്ടുള്ള ജമാഅത്ത് ഒരു തിരുത്തലിൻ്റെ സ്വഭാവം ജമാഅത്തിനുണ്ട് എന്നതാണ്. കാരണം ജമാഅത്ത് കേരളത്തിൽ വന്ന മുതൽക്ക് എങ്ങനെയെല്ലാം നവീകരിച്ചു എന്നതാണ്. അത് ഇസ്ലാമിൻ്റെ സ്വഭാവം തന്നെയാണ്, സ്വയം നവീകരിക്കുകയും കാലത്തിനനുസരിച്ച് മാറുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ശില്പശാല വളരെ പ്രധാനപ്പെട്ടൊരു ശില്പശാല. ഇതൊരു ആത്മവിമർശനത്തിൻ്റെ ശില്പശാലയും കൂടിയാണ് ശരിക്ക്. ഇതിൽ ജമീല അഹമ്മദിനെ ക്ഷണിച്ചപ്പോൾ ഞാൻ എൻ്റെ ഒരു കോൺസെപ്റ്റ് നോട്ട് അയച്ചു തരാൻ പറഞ്ഞിരുന്നു. കാരണം എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിൽ വളരെ വ്യക്തതയോട് കൂടിയിട്ട് ആണുള്ളൊരു കോൺസെപ്റ്റ് നോട്ടാണ്. അതിൽ പറയുന്നുണ്ട്, വിശുദ്ധ ഖുറാനും നബിവചനങ്ങളൊക്കെ മലയാള സാഹിത്യത്തിൽ വന്നിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പം എൻ്റെ ഒരു പങ്കും കൂടിയും ചെറുതായിട്ട് അതിലുണ്ട്. എന്നാൽ ഇതര വേദങ്ങൾ, ഇതിഹാസങ്ങൾ, പുരാണങ്ങളൊക്കെ വന്ന പോലെ വന്നിട്ടില്ല. അതിന് പകരം ചരിത്ര ഗ്രന്ഥങ്ങളുണ്ട്, ഖുറാൻ്റെയൊക്കെ എത്രയോ വ്യാഖ്യാനങ്ങളുണ്ട്, നബി ചരിത്രം ധാരാളം വന്നിട്ടുണ്ട്. പക്ഷേ കലയിലും സാഹിത്യത്തിലും നാടകത്തിലൊക്കെ പിന്നെ ഈ വേദപ്പൊരുളുകൾ, വചനപ്പൊരുളുകളും നബി ജീവിതവും ഹദീസുകളൊക്കെ കൂടുതൽ വന്നിട്ടുള്ള അതിൻ്റെ സ്വാധീനത്തിൻ്റെ ഒരു പോരായ്മയുണ്ട്. അത് 500 വർഷമായിട്ട് മലയാളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളുടെ ഒരു വീഴ്ചയാണ് നടക്കം തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നുള്ള. അല്ല, അതാണ് ശരിയായിട്ടുള്ള സമീപനം. പലപ്പോഴും ചരിത്രപരമായ കാരണങ്ങളാൽ പല തെറ്റുകൾ അതിനെ ന്യായീകരിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റായിട്ടുള്ളത്. അപ്പം അത് മനസ്സിലാക്കിയിട്ടുള്ളൊരു തിരുത്തലിന് വേണ്ടിയിട്ടുള്ളൊരു പ്രവർത്തനം ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ എന്താണ് ഇതിന് ഇങ്ങനെ ഇത് വരുന്നതിൻ്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ, ഈ തിരുവചന പൊരുളുകളെല്ലാം തന്നെ എന്തുകൊണ്ടാണ് സാഹിത്യത്തിൽ വരുന്നത്? ഇതൊരു മതപ്രചരണത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല, അത് സാഹിത്യത്തിൻ്റെ ഗുണത്തിന് വേണ്ടിയിട്ടാണ്. മതത്തിന് വിശ്വസിക്കുന്നവനിപ്പോൾ സാഹിത്യത്തിൽ വന്നാലും വന്നില്ലെങ്കിലും മതം അവിടെ ഉണ്ട്, അത് വേണ്ടോ മനസ്സിലാക്കും. ഇത് മതത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടില്ല, സാഹിത്യത്തിൻ്റെ സമ്പന്നതയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് സ്വാംശീകരിക്കുന്നത്. അപ്പോൾ ഈ പിന്നെ ഖുറാനിലാണെങ്കിലും, വിശുദ്ധ ഖുറാനിലാണെങ്കിലും, ഹദീസുകളിലാണെങ്കിലും, നബിയുടെ സഞ്ചരിക്കുന്ന വിശുദ്ധ ഖുറാൻ എന്നറിയപ്പെടുന്ന നബിയുടെ ജീവിതത്തിലാണെങ്കിലുമുള്ള സൗന്ദര്യാത്മകമായ തലങ്ങൾ, തത്വചിന്താപരമായിട്ടുള്ള തലങ്ങൾ, ഇതെല്ലാം സാഹിത്യത്തിൽ വരണം. കാരണം സാഹിത്യത്തിൽ തന്നെ സൗന്ദര്യശാസ്ത്രമുണ്ടല്ലോ, ഈസ്തറ്റിക്സ് എന്ന് പറയുന്നത്. സൗന്ദര്യശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം ഫിലോസഫിയാണെന്നുള്ളത്, തത്വചിന്തയെന്നാണ് സാഹിത്യമുണ്ട്. അപ്പോൾ വേദഗ്രന്ഥങ്ങളിലും നബിയുടെ ജീവിതത്തിലും തന്നെ തത്വചിന്തയാണ്. നബിയുടെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളും ഓരോ തത്വത്തിൻ്റെ പ്രഖ്യാപനമാണ്. അതാണ്, അതുകൊണ്ടാണ് നബി സഞ്ചരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥമാകുന്നത്. കാരണം വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഓരോ തത്വങ്ങളും ജീവിതത്തിൽ കൂടെ കാണിച്ചു കൊടുക്കുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ തത്വചിന്താപരമായ കാര്യങ്ങളെല്ലാം തന്നെ സാഹിത്യത്തിലേക്ക് വരിക എന്ന്. അപ്പം ഈ തത്വചിന്തയും സാഹിത്യവും മനുഷ്യഭാഷയുടെ മർത്യഭാഷയുടെ 2 തലങ്ങളാണെങ്കിലും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്.
ഈ തത്വചിന്തയൊക്കെ മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ സാമാന്യവൽക്കരണം, ജനറലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഴിവ് മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൻ്റെ. ഇതാണ് മനുഷ്യനെ മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. മറ്റ് ജീവജാലങ്ങൾക്ക് കുറേ അനുഭവങ്ങളുണ്ട്, അതൊക്കെ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഈ അനുഭവങ്ങളെ കോർത്ത് ചേർത്തുകൊണ്ട് ഒരു ജനറലൈസേഷനുള്ള കഴിവ് മനുഷ്യ മസ്തിഷ്കത്തിനുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ മറ്റ് ജീവജാലങ്ങളും മരിച്ചു പോകുന്നുണ്ട്, പക്ഷെ അവർക്ക് മരിക്കുക എന്ന് അവർക്ക് അറിയുന്നില്ല. അവർ മരിക്കുന്ന സമയത്ത് അങ്ങ് മരിക്കുന്നു അല്ലാതെ അടുത്തുള്ള സഹജീവികൾ മരിക്കുമ്പോഴും എനിക്കും മരണമുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവില്ല. എന്നാൽ നമുക്കാണെങ്കിൽ നമ്മളെ സഹജീവികളൊക്കെ കഴിക്കുമ്പോൾ മരണം എന്നൊരു പ്രതിഭാസമുണ്ട്, മരണം രുചിക്കാത്ത ശരീരമില്ല എന്ന് പറഞ്ഞിട്ടില്ലേ. ഇത് നമ്മളൊരു ജനറലൈസേഷനായിട്ട് മനസ്സിലാക്കുന്നു. അപ്പോൾ ജനറലൈസേഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ഒരു സവിശേഷമായ ഗുണമാണ്. പക്ഷേ ഈ ജനറലൈസേഷൻ ഒരു കുഴപ്പമുണ്ട് എന്നുള്ളതാണ്. ജനറലൈസേഷൻ അനുഭവങ്ങളുടെ യുണീക്നെസ്സിനെ ഇല്ലാതെയാക്കുന്നു. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയ സംസാരിക്കുന്നത് ഞാൻ, കാരണം നിങ്ങളിപ്പോൾ ഈ വിഷയം കൂടുതൽ കേട്ടുകൊണ്ട് അതിൻ്റെ കാരണം ജനറലൈസേഷൻ മനുഷ്യ ഭാഷയ്ക്ക് ഈ ജനറലൈസേഷൻ്റെ ചില സിദ്ധികളുള്ളുമ്പോൾ അത് ചില പരിമിതികളായിട്ട് തന്നെ വരുന്നു. കാരണം മനുഷ്യ ഭാഷയ്ക്ക് കണ്ടമാനം എല്ലാ അനുഭവങ്ങൾക്കും വാക്കുകൾ ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പം ജനറലൈസേഷനായിട്ടാണ് സൗഹൃദം എന്നൊരു വാക്ക് നമ്മൾ ഉണ്ടാക്കുന്നത്, എല്ലാ മനുഷ്യൻ തമ്മിലുള്ള പരസ്പര ബന്ധത്തിന്. പക്ഷേ ഈ സൗഹൃദം എന്നൊരു വാക്ക് ഉണ്ടാക്കുന്നതോടുകൂടി അതിൽ അനുഭവപരമായിട്ടുള്ള കാര്യത്തിനെ വളരെ നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നു. കാരണം സൗഹൃദം എന്ന് പറഞ്ഞാലും നമുക്ക് 10 സുഹൃത്തുക്കളുണ്ടെങ്കിലും ഈ 10 സുഹൃത്തുക്കളായിട്ട് നമുക്ക് 10 തരം സൗഹൃദങ്ങളാണ്. ഈ 10 വ്യത്യസ്ത സൗഹൃദങ്ങളെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് വാക്കില്ല, ഒറ്റ വാക്കേ ഉള്ളൂ സൗഹൃദം എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഭാഷയുടെ ഒരു പരിമിതി ഈ ജനറലൈസേഷൻ വാക്കുകളിൽ ഭാഷ ഉണ്ടാക്കുന്ന ഭാഷയുടെ അകത്തുള്ള പരിമിതിയാണ് ജനറലൈസേഷൻ ഒരു വാക്കിൽ വരുന്നതുകൊണ്ട്. ഈ ഭാഷയുടെ പരിമിതി ഉണ്ടാക്കുന്നതിനെ പൊളിച്ചു കളയുന്നു, ഭാഷ കൊണ്ട് തന്നെ പൊളിക്കുന്നതാണ് സാഹിത്യം എന്ന് പറയുന്നത്. സാഹിത്യത്തിൽ കൂടുമ്പോൾ ഈ 10 തരം സൗഹൃദത്തിൻ്റെ സവിശേഷതകളും ആവിഷ്കരിക്കാൻ നമുക്ക് സാധിക്കും. ഈ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഭാഷകളിൽ തന്നെ വ്യത്യസ്ത വിന്യാസങ്ങളിൽ കൂടെ 10 അല്ല 100,000 ദലേസൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു മരത്തുമ്പിൽ ഇലകളുണ്ട്, ലക്ഷക്കണക്കിൽ ഇലകളുണ്ട്, പക്ഷേ എല്ലാറ്റിനും ഇല എന്നുള്ള ഒരൊറ്റ വാക്കേ ഉള്ളൂ. ശ്രീനാരായണ ഗുരും ഗാന്ധിയും കൂടിയുള്ള സംഭാഷണത്തിലുണ്ട്. ഗാന്ധി ചോദിച്ചു, ഇതൊക്കെ കൂടി പിഴിഞ്ഞാൽ ഒരേ നീരല്ലേ കിട്ടുന്നത്? അല്ല, ഗാന്ധി പറഞ്ഞു എല്ലാ ഇലകളും വ്യത്യസ്തമല്ലേ എന്ന് ചോദിച്ചു. ഗുരു ശരിയാന്ന് പറഞ്ഞു, പക്ഷേ പിഴിഞ്ഞാൽ ഒരേ നീരാ കിട്ടുന്നത്. പക്ഷേ വ്യത്യസ്തതകൾ എന്നൊരു റിയാലിറ്റിയാണ്. അപ്പോൾ ഈ തത്വചിന്താപരമായ കാര്യങ്ങൾ സാഹിത്യത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ പരിമിതികൾക്കുണ്ട്, അതിൻ്റെ വലിയ വ്യാഖ്യാനങ്ങൾ, അതിൻ്റെ യുണീക്കായിട്ടുള്ള വ്യാഖ്യാനങ്ങൾക്ക് കടക്കുന്നു. അപ്പോൾ വേദഗ്രന്ഥങ്ങളും പൊരുളുകളൊക്കെ സാഹിത്യത്തിൽ വരിക എന്നത് അതിനെ എല്ലാവർക്കും അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന സവിശേഷമായൊരു തലത്തിൽ അർത്ഥവ്യാപ്തിയിലേക്ക് കൂടി അത് എത്തിക്കുന്നു എന്നാണ്. അതുകൊണ്ട് ഹോളി ഖുർആനിലാണെങ്കിൽ കഥാസന്ദർഭങ്ങളുണ്ട്, കാവ്യഘടനകളുണ്ട്, ആഖ്യാനമൂലകങ്ങളുണ്ട്, അതേസമയം തന്നെ തത്വചിന്താപരമായ ജനറലൈസേഷനുണ്ട്. ഇതിനെല്ലാം സാഹിത്യത്തിൽ കൊണ്ടുവരുമ്പോൾ അത് വളരെ പ്രഫുല്ലമായിട്ട് മനുഷ്യഹൃദയങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ള കൂടുതൽ വഴികളുണ്ടാവുന്നു. എനിക്ക് തോന്നുകയാണെങ്കിൽ ഇസ്ലാമിൻ്റെ ഈ തത്വചിന്തകളൊക്കെ പണ്ട് മുതലേ സാഹിത്യത്തിലേക്ക് പരിവർത്തനപ്പെട്ടിരുന്നുവെങ്കിൽ ഇതിൻ്റെ ദുരുപയോഗം വളരെ കുറയുമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ അക്ഷരവായനയ്ക്കില്ലാതെ ഇപ്പോൾ ഈ അക്ഷരവായനയൊക്കെ യാന്ത്രികമായിട്ടുള്ളൊരു വായനയാണ്. അതിൻ്റെ കോണ്ടെക്സ്റ്റുവലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാതെ യാന്ത്രികമായിട്ടുള്ള വായനകളില്ലാതെ ആകാൻ വേണ്ടി ഇതിൻ്റെ അനുഭവപരമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ സാഹിത്യത്തിൽ വരുന്നതിനെ പലയിടത്തും ഈ മതത്തിൻ്റെ സ്ഥാപനങ്ങൾ തടഞ്ഞു നിർത്തുകൊണ്ടുണ്ടായിട്ടുള്ള ഒരു പെശക് കൂടി അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അതിനെ പരിമിതിനെയും കൂടി മറികടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ സാഹിത്യത്തിൽ തിരുവചനങ്ങൾ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അധികം വരാത്തോണ്ട് എന്താ, ഇതിനെ ജീവിതഗന്ധിയായിട്ട് മറ്റു മതസ്ഥർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് ഇസ്ലാമിനോടുള്ളൊരു ഭയം, പിന്നെ പേടി ഒക്കെ സൃഷ്ടിക്കാൻ വേണ്ടി ഇത് ഉപയോഗിച്ചു എന്ന് പറയാറുണ്ട്. പലപ്പോഴും ഈ വടക്കൻ പാട്ടുകളിലടക്കം ഇസ്ലാമിനോടുള്ളൊരു ഭയമോ ഭീതിയോ ഒക്കെ മലയാള സാഹിത്യത്തിൽ അറിഞ്ഞോ അറിയാതെ ഉണ്ട്. വലിയ എഴുത്തുകാരൊക്കെ ഇതിനെതിരായിട്ട് എഴുതി പ്രവർത്തിച്ചവരാ.
പിന്നെ എടശ്ശേരി ആണെങ്കിലും ശരി, CV രാമപിള്ളി ആണെങ്കിലും. പക്ഷേ വലിയ എഴുത്തുകാരൊക്കെ അല്ലെങ്കിലും സാധാരണ ജനങ്ങളുടെ മനസ്സിൽ ചില എപ്രിഹെൻഷൻസ് ഉണ്ടാവാനുള്ള കാരണം ഇത് സാഹിത്യത്തിൽ കൂടെ നബീനെ സ്വന്തം ആളാക്കി മാറ്റാൻ പറ്റിയില്ല. നബി എന്ന് പറഞ്ഞാൽ വേറെ ഉള്ള ഏതോ ആളായിട്ട് ശരിക്കും ശ്രീകൃഷ്ണൻ്റെ അതേ മോരെ തന്നെ നബീനെ അനുഭവിക്കാൻ ഹിന്ദുക്കൾ ബാധ്യസ്ഥരാണ്. അതാ തമാശ. ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങൾ കൊടുക്കുന്ന സൗജന്യമല്ല, ഹിന്ദുക്കളുടെ അവകാശവും ബാധ്യതയുമാണ് നബീനെ കൃഷ്ണൻ്റെ അനിയനായി സ്വീകരിക്കുക എന്നുള്ളത്. കാരണം പിന്നെ ഹിന്ദു ധർമ്മങ്ങളിലൊക്കെ പറയുന്നത് പിന്നെ ഒരു അവതാരം വരുന്നു, നബിയുടെ എല്ലാ തരത്തിലുള്ള ലക്ഷണങ്ങളോടും കൂടി പറയും. അപ്പം ആ അവതാരം, കൽക്കി അവതാരത്തെക്കുറി പിന്നെ സ്വീകരിക്കാനുള്ള സന്നദ്ധത ഹൈന്ദവരിൽ വേണം. പക്ഷെ എന്തുകൊണ്ട് സാധിച്ചില്ല? അവരിലേക്ക് ഇത് എത്താൻ വേണ്ടി ജനകീയമായ ഭാഷയിൽ കൂടെ എത്താൻ സാധിച്ചില്ല എന്നതാണ് അതിൻ്റെ ഒരു പ്രശ്നമായിട്ടുള്ളത്. അത് ഇങ്ങനെ വരാനുള്ളൊരു കാരണം സത്യത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ചില വിമർശനാത്മകമായ നിലപാടുകൾ വേണ്ടി വരും. പിന്നെ നബിയുടെ ജീവിതം ആണല്ലോ പലപ്പോഴും നമ്മൾ സാഹിത്യവുമൊക്കെ ആയിട്ട് വരിക. നബിയുടെ ജീവിതത്തെ കൂടുതൽ മനസ്സിലാക്കാനും അറിയാനുമുള്ള ആ വഴികളെ ഇസ്ലാമിലെ ചില പ്രസ്ഥാനങ്ങൾ അറിഞ്ഞോ അറിയാതോ നല്ല ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം തടഞ്ഞു എന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. അത് ഈ സലഫി മൂവ്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുള്ള, അവർ നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്തിട്ടുള്ള വലിയ അപകടങ്ങൾ ആണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് പറയാം അതൊക്കെ. പക്ഷേ എൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം അതാണ്. കാരണം നബിയുടെ മരണശേഷം എന്തൊരു കേസ്, ഇപ്പോൾ ദൈവത്തിൻ്റെ പുസ്തകമൊക്കെ എഴുതിയിട്ടുള്ള എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ. എത്ര പള്ളികളും ശവകുടീരങ്ങളുമാണ് നശിപ്പിക്കപ്പെട്ടത് നബിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്. മോസ്ക് ഓഫ് ഫാത്തിമ, നബിയുടെ പ്രിയപുത്രിയുടെ പേരുള്ള മോസ്ക് ഓഫ് ഫാത്തിമ ഇടിച്ച് തകർത്ത് കളഞ്ഞു. അല്ലെങ്കിൽ നബിയുടെ മകളും ആ ഒരു ഭാവമണ്ഡലത്തെ ഹൃദയസ്പർശിയായി നൽകുന്ന ചില പ്രതീകങ്ങളാണ് ഈ പള്ളികളൊക്കെ. കാരണം അവരവിടെ വന്നു, നബി ഉണ്ടായിരുന്ന സ്ഥലത്ത് നമ്മൾ പോകുന്നു, ജനിച്ച സ്ഥലത്ത് പോകുമ്പോൾ അതുണ്ടാകുന്നൊരു നമ്മളുടെ മനസ്സിൻ്റെ സ്നേഹം കൊണ്ടുണ്ടാകുന്നൊരു ഉത്തേജന ശക്തി ഉണ്ടല്ലോ, അതില്ലാതേക്ക്. മോസ്ക് ഓഫ് ഹംസ, അമ്മാമനായിട്ടുള്ള വിരിപ്പ്, പിന്നെ അവിടെ കാബ വിരിച്ചുമ്പോൾ ആ കറുത്ത കല്ല് സ്ഥാപിക്കാൻ വേണ്ടി വിരിപ്പ് കൊണ്ടുവന്ന ഹംസയുടെ പേരിലുള്ള മോസ്ക് ഇടിച്ചു തകർത്തു. പിന്നെ എത്രയോ ശവകുടീരങ്ങൾ, ജന്നത്തൽ ബാക്യു, അവിടെ നബിയുടെ അനുചരന്മാരും കുടുംബാംഗങ്ങളും വിശ്രമിക്കുന്ന ആ സ്ഥലം ആരാധിച്ചു പോകാനുള്ള പേടിയോണ്ട് തകർത്ത് കളഞ്ഞു. പിന്നെ ജന്നത്ത് അല്ല, ഖദീജയുടെ ശവകുടീരമായിരുന്നു എന്നുള്ള പ്രാചീനമായിട്ടുള്ള ഖദീജയുടെ ഖദീജ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ ഏറ്റവും ആദരിക്കപ്പെടുന്ന, സ്നേഹിക്കപ്പെടുന്ന മഹത്തായിട്ടുള്ളൊരു സ്ത്രീത്വത്തിൻ്റെ പ്രതീകമാണ്. അവർ കിടക്കുന്ന സ്ഥലം ഇല്ലാതെയായിപ്പോയി. ടോംബ് ഓഫ് ആമിന, അത് 1998 ഇൻഫർമേഷനിലും ബെസകണ്ടോ എനിക്കറിയില്ല, 1998 ബുൾഡോസർ വെച്ചിട്ടാണ് തകർത്തത് ആമിനയുടെ ഇത്. കാരണം ഇതൊക്കെ വലിയ ഒരു സാഹിത്യത്തിനെതിരെ, നമ്മൾ എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു അതിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. നല്ല ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം, പക്ഷേ അതിലിങ്ങനെ ചില വശങ്ങൾ നമ്മൾ, ഇപ്പം ഞാൻ വെറുതെ ഭംഗിവാക്ക് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, ഇതെല്ലാം ഒരു വിഷയമാണ്. കാരണം ജമാഅത്ത് ഇസ്ലാമിയും തനിമയൊക്കെ ഇതിനെ കുറച്ചും കൂടി വിശാലമായി കാണുന്നവരാണെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്. പിന്നെ നബി ജനിച്ച സ്ഥലം ലൈബ്രറി ആയിട്ട് മാറ്റുക ചെയ്ത്, ഇപ്പം അത് വീണ്ടും തകർക്കണം എന്നുള്ള ഇത് വന്നിരിക്കുക. നബി ജനിച്ച സ്ഥലത്ത് ഒരു മുസ്ലിമല്ല ഏത് മതസ്ഥൻ ചെല്ലുമ്പോഴും ഉണ്ടാകുന്നൊരു മനസ്സിൽ നബീനെ അറിയുന്നവരുള്ള ആ സ്നേഹത്തിൻ്റെ ഒരു പ്രവാഹമുണ്ടല്ലോ. അപ്പം ഇതെല്ലാം നബിയുടെ ജീവിതവുമായി അകൽച്ച ഉണ്ടാക്കുകയുന്ന ചില പ്രശ്നങ്ങളായി മാറി. അപ്പോൾ ഈ ഒരു സ്വഭാവം വന്നോടുകൂടി ഇതെല്ലാം ഭൗതികമായിട്ട് നബീനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവുന്നോട് തന്നെ അപകടത്തിലാവുന്ന സമയത്ത് ഭാവനാ സൃഷ്ടികൾക്കും അപകടം ഉണ്ടാവുമോ വിചാരിക്കൊണ്ടായിരിക്കും പലരും ഈ നബിയുടെ ജീവിതവും ഹദീസുകളും പിന്നെ തിരുവചനങ്ങളൊക്കെ കൊണ്ടുവരാൻ മടിച്ചു നിന്നിട്ടുള്ളത്. അതേസമയത്ത് ലോക സാഹിത്യത്തിൽ ഇപ്പോൾ ജലാലുദ്ദീൻ റൂമിയുടെയൊക്കെ ആദ്യ കവിതാസമാരി ഇതൊക്കെ നമുക്ക് മലയാളത്തിലൊന്നും വന്നിട്ടില്ല, അത് വളരെ വൈകിട്ടാണ്. അതന്നെ പിന്നെ നമ്മളെ ജി ശങ്കരക്കുറുപ്പുമാരി മുസ്ലിങ്ങളായിട്ടുള്ള ചങ്ങമ്പുഴയെ പോലുള്ളവരാണ് പിന്നെ ഒമർ ഖയാമിൻ്റെയും ഈ സൂഫി സരണിയിലുള്ള വലിയ സാഹിത്യം ജനകീയമായിട്ട് ഇസ്ലാമിനെ
പിന്നെ എല്ലാ മതവിഭാഗങ്ങളുമായിട്ട് വൈകാരികമായി അടുപ്പിച്ച ആ സരണികളെ, സൂഫിസത്തിൽ വലിയ തട്ടിപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അത് ശരിയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ജനകീയത ഉണ്ടല്ലോ, അതിനെ ഭയന്ന് തൊടാതെ നിർത്തിയതുകൊണ്ട് ജനകീയമാകാതെ നിന്നു. അത് കേരളത്തിലും അതിനോട് പുറംതിരിഞ്ഞ് നിന്നിട്ടുള്ള ചില കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേ സമയത്ത് മലയാളത്തിൽ സാഹിത്യത്തിൽ വന്നിട്ടുണ്ട്. വള്ളത്തോളിൻ്റെ അള്ളാഹു എന്ന കവിത, പിയുടെ പാംസുസ്ഥാനം, ഇടശ്ശേരി ഇസ്ലാമിൻ്റെ വന്മല, സച്ചിദാനന്ദൻ ഉറുമ്പുകൾ, ഗീതയുടെ നബി കവിത സച്ചിദാനന്ദൻ ട്രാൻസ്ലേറ്റും ചെയ്തു. ഇങ്ങനെ വളരെ പരിമിതമായിട്ടുള്ള കാര്യങ്ങളെ വന്നിട്ടുള്ളൂ. പിന്നെ അപ്പോൾ അതേ സമയത്തിൽ മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്ന് എത്രയോ നബിയുടെ ജീവിതം നോവലിലൊക്കെ ഉണ്ട്. കെ പി രാമനുണ്ണി അല്ല, ഞാനിപ്പോൾ അടിസ്ഥാനപരമായിട്ടാണെങ്കിൽ ഇപ്പോൾ ഹൈന്ദവ ധർമ്മ പ്രകാരം ഒക്കെ ഒന്നാണ്, ഞാനും മുസ്ലിമാണെന്ന് എനിക്ക് ക്ലെയിം ചെയ്യാം. കാരണം രണ്ട് അടിസ്ഥാന കാര്യം വേണ്ടു മുസ്ലിമാവാന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏകദൈവ വിശ്വാസം, നബീനെ അവസാന പ്രവാചകനായിട്ട് സ്വീകരിച്ചവനൊക്കെ മുസ്ലിമാവാൻ അർഹനാന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്കും അതിനുള്ള അർഹത ഉണ്ട് എഴുതാൻ. പക്ഷെ ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാൾ എഴുതിയില്ല. എത്രയോ മുമ്പ് തന്നെ നബിയുടെ ജീവിതം ഒരു നോവലിൽ കൊണ്ടുവരാം. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മനസ്സിൻ്റെ ചില അടവുകളാണ്. അത് മാറ്റാനുള്ളൊരു പ്രവർത്തനവും കൂടിയാണ് സത്യത്തിൽ ഇത് വേണ്ടത്. പിന്നെ മാപ്പിള കലകളോട് മുസ്ലിം നവോത്ഥാനം പുറംതിരിഞ്ഞു, കലകളോട് അതും നമുക്കുള്ളൊരു പരിമിതിയായിട്ട് വരുന്നുണ്ട്. ഇപ്പം ഇതിനെല്ലാം മാറ്റാനുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഇതിനു വേണ്ടി തുടങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് മലയാള കഥാസാഹിത്യത്തിലുള്ള തിരുപ്പൊരുളുകളെ പറ്റി പറയുന്നു. കഥയിലെ ഖുറാൻ എന്ന കാവ്യസ്രോതസ്, ഖുറാൻ എന്ന ആശയഖനി, ഇങ്ങനെ പല വിഷയങ്ങൾ ഇവിടെ സംസാരിച്ചു. എന്തൊക്കെയൊക്കെ സംസാരിച്ചതെന്ന് അറിയില്ല. അപ്പോൾ ഖുറാനിലെ തത്വങ്ങളും പൊരുളുകളും എങ്ങനെ സാഹിത്യത്തിലേക്ക് വരണം എന്നതാണ്. ഇപ്പോൾ വിശുദ്ധ ഖുറാൻ്റെ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ചില തത്വങ്ങൾ എത്രത്തോളം ജീവിതഗന്ധിയാണ് നമുക്ക് പരിശോധിക്കാൻ പറ്റും. ഏകദൈവ വിശ്വാസമാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളത്. ആ ഏകദൈവ വിശ്വാസം തന്നെ അതിൻ്റെ വിശ്വാസപരമായിട്ടുള്ളതിൽ കവിഞ്ഞ് അതിൻ്റെ പൊളിറ്റിക്കലായിട്ട് തന്നെ മനുഷ്യനെ ഏകതപ്പെടുത്തുന്നതാണ്. ദൈവം ആണ് എല്ലാവരുടെയും സൃഷ്ടികർത്താവ് എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ ആകുമ്പോൾ പ്രപഞ്ചവും മനുഷ്യനും തമ്മിലുള്ള വൈരുദ്ധ്യത്തെ കൂടി ഇല്ലാതെ ആക്കുന്ന ഒരു സാധനം ഇതിൻ്റെ അകത്തുണ്ട്. എന്നെ മാത്രമല്ല, എൻ്റെ സഹജീവിയെ മാത്രമല്ല, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്. കാരണം പ്രപഞ്ചവും മനുഷ്യനും തമ്മിലുള്ള ഒരു അന്യവൽക്കരണമുണ്ട്. ജൈവ സൃഷ്ടി വന്നതിന് ശേഷം ഈ വസ്തുപ്രപഞ്ചവും ജൈവലോകവും തമ്മിലൊരു ഏലിനേഷൻ ഉണ്ടാവുന്നു. അതാണ് ഏംഗൽസൊക്കെ പറയുന്നത്, സ്ത്രീ പുരുഷ സംഗമം ഏറ്റവും ആനന്ദപ്രദമാൻ കാരണം പ്രകൃതിയിൽ നിന്ന് ജൈവലോകം ഉണ്ടാക്കിയിട്ടുള്ള അന്യവൽക്കരണത്തെ താൽക്കാലികമായിട്ടെങ്കിലും അത് റദ്ദ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്, അന്യവൽക്കരണത്തെ. പക്ഷേ ഇസ്ലാം ഇത് ആദ്യമേ റദ്ദ് ചെയ്യാനുള്ള ഒരൊറ്റ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് പ്രകൃതിയും ഈ സർവ്വചരാചരങ്ങളും പറയുമ്പോൾ അതിനെ ഒരു സ്വാംശീകരിക്കലാണ്, എൻ്റെ കൂടിയാന്ന് പറയുന്നത്. ഇതാണ് ഹൈന്ദവതയിലും ഉണ്ട്. അഹം ബ്രഹ്മാസ്മി, പരമാത്മാവും ജീവാത്മാവും ഒന്നാണെന്ന് പറയുമ്പോൾ എല്ലാം ഒന്നാണെന്നൊരു ഏകത്വമുണ്ട്. അവിടെ ഒരു ഡ്യുവാലിറ്റി ഇസ്ലാമിലുണ്ടൊക്കെ തർക്കവിതർക്കങ്ങളാണ്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഈ തർക്കവിതർക്കങ്ങൾക്ക് വലിയ അർത്ഥമില്ല. ഇവരേ സത്യത്തിൻ്റെ വ്യത്യസ്ത മാനിഫെസ്റ്റേഷൻസാണ്. കാരണം ഹൈന്ദവതയിൽ ശങ്കരാചാര്യരൊക്കെ അദ്വൈതത്തിൻ്റെ ആളായിരുന്നു, ഏകത്വത്തിൻ്റെ ആളായിരുന്നു. ഈ ശങ്കരാചാര്യൻ തന്നെയാണ് സൗന്ദര്യലഹരി എഴുതിയത്. സൗന്ദര്യലഹരിയിൽ എന്താ? ഡ്യുവാലിറ്റിയാണ്, മറ്റൊരു ദേവതയായിട്ട് കാണുക. അപ്പം നമ്മളെ തുഞ്ചത്താചാര്യൻ എൻ്റെ തത്വം ആദിശങ്കരൻ്റെ അതേ അദ്വൈതാന്ന് പറഞ്ഞതാണ്. ആദിശങ്കരൻ ബ്രാഹ്മണ വിചാരിച്ചിട്ട് അതിൽ ആദിശങ്കരൻ്റെ തെറ്റായതിനൊക്കെ എതിർത്താലും ബ്രാഹ്മണ വിചാരിച്ച് ബ്രാഹ്മണൻ്റെ എല്ലാം, ബ്രാഹ്മണൻ തൊട്ടതൊക്കെ അശുദ്ധമായിട്ട് ഇന്നിപ്പോൾ നേരെ റിവേഴ്സാണല്ലോ ഇപ്പോൾ ചെയ്യുന്നത്. ബ്രാഹ്മണന്മാർ ചെയ്ത കാര്യങ്ങൾ ബ്രാഹ്മണന്മാരെ എതിർക്കുന്നവരിപ്പോൾ വേറെ ചെയ്തുകൊണ്ടിരിക്കുക. ബ്രാഹ്മണൻ ചെയ്തെല്ലാം അശുദ്ധാക്കി മാറ്റാം. അത് അല്ലാതെ അതാണ് ഇവരുടെ വലുപ്പം, അതായിരുന്നു എന്നതാണ്. ശ്രീനാരായണ ഗുരു ആണെങ്കിൽ എഴുത്തച്ഛനാണെങ്കിലും, ശ്രീനാരായണ ഗുരു ആണ് എൻ്റെ അദ്വൈതം തന്നെ ആദ്യശങ്കരൻ്റെ ആണെന്ന് പറയുന്നു. ഈ അദ്വൈതിയായിട്ടുള്ള ശ്രീനാരായണ ഗുരു ശിവനെയും ഭഗവതിനെയും ഒക്കെ ഡ്യുവലായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഡ്യുവാലിറ്റിയും അദ്വൈതും
തന്നെ രണ്ട് മാനിഫെസ്റ്റേഷൻസ് ആയിട്ട് കാണുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഇത് അക്കാഡമിക് ഫീൽഡിലുള്ളവർക്ക് മാത്രമാണ് ഇതൊക്കെ സംശയം വരുന്നത്. കാരണം ഇവരുടെയൊക്കെ ഒറിജിൻ മറ്റവരാണല്ലോ, വെസ്റ്റേൺതാണല്ലോ. അവർക്കെല്ലാം ഡ്യുവാലിറ്റി ആക്കലാണ് അവരുടെ ഇഷ്ടം. ഒക്കെ വൈപരീത്യങ്ങളായിട്ട് തമ്മിൽ തല്ലിക്കലാണ്. വെസ്റ്റേൺ ഫിലോസഫിയുടെ അടിസ്ഥാനം തന്നെ ഡ്യുവാലിറ്റിയാണെന്നുള്ളതാണ്. പൗരസ്ത്യമായാലും ഡ്യുവാലിറ്റി ഇല്ല. നമ്മൾ ഒരു എല്ലാം കൂടിയും ഒന്നിലേക്ക് വെല്ലുന്ന ഒരു വലിയൊരു ഏകത്വത്തിൻ്റെ ഒരു ഉദാത്തത നമുക്കതിൽ കാണാൻ പറ്റും. അപ്പോൾ ഏകദൈവ വിശ്വാസത്തിൻ്റെ ഒരു പ്രാധാന്യത്തെ പറ്റിയാണ് പറഞ്ഞത്. പിന്നെ മനുഷ്യരാശിക്കുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു, അത് വ്യക്തിക്കും സമൂഹത്തിനും നൽകുന്നു എന്നാണ്. ഇവിടെയാണ് പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങളൊക്കെ സമൂഹത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന സമയത്തുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളാണ് കമ്മ്യൂണിസ്റ്റ് നേഷൻസിനൊക്കെ ഉണ്ടാക്കിയത്. വ്യക്തിനെ ന്യൂനീകരിക്കപ്പെട്ടു. ഇവിടെ ഇസ്ലാമിലാണെങ്കിൽ വ്യക്തിക്കും സമൂഹത്തിനും വ്യക്തിയുടെ ആത്മീയമായ ഉയർച്ച ഉണ്ട്, സമൂഹത്തിൻ്റെ ഉയർച്ചയെ അഡ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ അക്കൗണ്ടബിലിറ്റി, അതാണ് നമ്മളുടെ എല്ലാ കർമ്മത്തിനും അക്കൗണ്ടുകളാണ്. ഈ ജീവിതത്തിലെങ്കിലും പരലോക ജീവിതത്തിലെങ്കിലും ഇത് വലിയൊരു സംഭവമാണ്. കാരണം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളെയും അർത്ഥവത്താക്കി മാറ്റുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്താ, പിന്നെ കുറച്ച് വർഷങ്ങൾ ജീവിച്ചിരിക്കുന്ന, ഇപ്പോൾ MGS ഒക്കെ 92 വയസ്സിൽ ഫുൾ ലൈഫ് ജീവിച്ച ആളാണ്. പക്ഷെ ഇത് ഒരു കാൽക്കുലേറ്റർ എടുത്തിട്ട് പിന്നെ 90 വയസ്സ് അടിച്ചു നോക്കിയാൽ കുറച്ച് എത്ര 10,000 കണക്കിൽ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. 10,000 റുപ്യ നമ്മളുടെ പോക്കറ്റിന് എത്ര വേഗം ചിലവായി പോവും. ഇങ്ങനെ കുറച്ച് കാലമേ ഉള്ളൂ. പക്ഷേ ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആഴവും പരപ്പും വലുതാക്കുന്നു. കാലാകാലത്തേക്കുള്ള വിശാലത. നമ്മൾ കുറച്ച് ഇപ്പോൾ ഒരു 80 കിലോ 100 കിലോ ഉള്ള ഒരു മനുഷ്യൻ്റെ കുറച്ച് പിന്നെ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റ്സും നിറഞ്ഞ വെറും ഒരു നിസ്സാരമായ ഒരു അസ്തിത്വത്തിൽ നിന്ന് അതിനെ പ്രപഞ്ചവിശാലതയോടുകൂടിയുള്ള നീളവും വീതിയും ഉണ്ടാക്കുന്നു എന്നാണ് ഈ വിശ്വാസത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാര്യം. അതെല്ലാം മതവിശ്വാസത്തിൻ്റെ മഹത്വമുണ്ട്. പിന്നെ കാരുണ്യവും ദയവും, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഗുണമായിട്ട് കാണുന്നത് കാരുണ്യവും ദയവുമാണ്. അതിലെത്താനുള്ള ശ്രമം ഇതാണ്. ഇത് മനുഷ്യൻ്റേതായിട്ടുള്ള സയൻറ്റിഫിക്കായിട്ട് നോക്കുകയാണെങ്കിലും മനുഷ്യന് മാത്രമുള്ള സൂപ്പർ ഈഗോൻ്റെ വളർച്ചയാണ്. ടു ബി ഇൻ അതേഴ്സ് ഷൂസ് എന്നുള്ളത് മനുഷ്യന് മാത്രമുള്ളത്. എല്ലാ ജീവജാലങ്ങൾക്കും 3 തരം ജൈവിക ചോദനകളാണ്. ഒന്ന് ഇഡ് എന്ന് പറയും, അത് എല്ലാ ഈ അമീബ മുതൽക്കുള്ളതുണ്ട്, റിഫ്ലക്സ് ആക്ഷനാണ്. അമീബ ചൂടുവെള്ളം ഉള്ള സ്ഥലത്തെത്തും പിറകോട്ട് വരും, ഇത് അറിഞ്ഞിട്ടൊന്നും, അതിൻ്റെ റിഫ്ലക്സ് ആക്ഷനാണ്. ഈഗോ എന്ന് പറഞ്ഞാൽ ഞാനെന്ന അവബോധം. ആനയ്ക്കൊക്കെ ഞാനെന്ന അവബോധമുണ്ട്. പക്ഷെ മറ്റ് ജീവജാലങ്ങൾക്കൊന്നും സൂപ്പർ ഈഗോ ഇല്ല. ടു ബി ഇൻ അതേഴ്സ് ഷൂസ്, മറ്റുള്ളവരുടെ അതേ അവസ്ഥയിൽ നമ്മളെ പ്രതിഷ്ഠിപ്പിച്ചുകൊണ്ട് അവരുടെ വികാരങ്ങളും വേദനകളും സന്തോഷങ്ങളും നമ്മുടേതായി മനസ്സിലാക്കാനുള്ള കഴിവാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ സിദ്ധിയായിട്ടുള്ളത്. എങ്ങു മനുഷ്യന് കൈകളിൽ ചങ്ങല അങ്ങൻ കയ്യുകൾ നൊന്തിയിടുകയാണ്, എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതെൻ്റെ പുറത്താകുന്നു. NV കൃഷ്ണമാരുടെ കവിതയാണ്. എങ്ങ് മനുഷ്യന് കൈകളിൽ ചങ്ങല. ആഫ്രിക്കയിലെ കാപ്പിരിക്ക് കയ്യിൽ ചങ്ങല വന്ന് മുറുകിയിട്ട് അതിൻ്റെ വേദനയുണ്ടെങ്കിൽ ആ വേദന എൻ്റെ കയ്യിൽ അറിയണം. അവൻ്റെ കയ്യിൽ ചങ്ങലുണ്ട്, അവന് വേദനയ്ക്കുണ്ടാവുമെന്ന് മനസ്സിലാക്കല്ല. ഇറ്റ് ഈസ് നോട്ട് എ മാറ്റർ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, ഇറ്റ്സ് എ മാറ്റർ ഓഫ് റിയലൈസേഷൻ. ആ വേദന എനിക്കും അറിയാൻ കഴിയുമ്പോഴാണ് ഞാൻ ശരിയായിട്ടുള്ള മനുഷ്യനായിട്ടുള്ള മാറുള്ളൂ. ഇതാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. ഈ സൂപ്പർ ഈഗോൻ്റെ ആധിക്യം കൊണ്ടായിരുന്നു നബി കൊച്ചു പെൺകുട്ടികളെ കുഴിച്ചു മൂടുന്നു എന്നറിയുന്ന സമയത്ത് പൊട്ടിക്കരയുന്നത്. താൻ ശ്വാസം മുട്ടുന്ന പോലെയാണ്. ദൈവത്തിൻ്റെ പുസ്തകത്തിലാണ് ഞാൻ അങ്ങനെ എഴുതിയിരിക്കുന്നത്. നബിക്ക് സ്വയം ശ്വാസം മുട്ടാണ്. മണലിൽ പെൺകുഞ്ഞുങ്ങൾ കുഴിച്ചിടുന്ന സമയത്ത് ആ ശ്വാസം മുട്ടൽ നബി അനുഭവിക്കുക ചെയ്യുന്നത്. അവിടെയാണ് മനുഷ്യത്വത്തിൻ്റെ ഉന്നതമായിട്ടുള്ള അവസ്ഥ. അപ്പോൾ ഈ കാരുണ്യം എന്ന വികാരമാണ് അതിൽ നിന്നുണ്ടാവുന്നത്. കാരുണ്യം ഞാൻ പറഞ്ഞില്ലേ, സ്നേഹത്തെക്കാൾ വലിയ വികാരമാണ്, നിരുപാധികമാണ്. സ്നേഹത്തിൻ്റെ അകത്ത് കുറച്ചിങ്ങോട്ട് കിട്ടണം എന്നുള്ള മോഹമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ കാരുണ്യം, ദൈവം കരുണാമയനാണെങ്കിൽ അതിലേക്ക് എത്താൻ, അതായത് മനുഷ്യത്വത്തിൻ്റെ ഉന്നതമായ തലത്തിലേക്ക് എത്താനുള്ള ഒരു പ്രബോധനമാണ് ദൈവത്തിൻ്റെ കാരുണ്യം എന്ന ആ ഗുണത്തിനുള്ള പ്രാധാന്യം. പിന്നെ വ്യക്തിപരമായ വളർച്ച, ആത്മീയമായ വളർച്ച, ഭൗതികമായ വളർച്ച, ഇതെല്ലാം ഇസ്ലാം അനുവദിക്കുന്നുണ്ട്.
ഇസ്ലാമിൽ സമ്പത്തുണ്ടാക്കലൊന്നും ഒരു വലിയ ക്രിമിനൽ കുറ്റമൊന്നുമല്ല. പക്ഷേ അത് വേറൊരു സംഭവമുണ്ട്. പക്ഷേ വല്ലാതെ സമ്പത്തില്ലാതിരിക്കുകയാണ് നല്ലതെന്നും നബി പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഭൗതികമായ സമ്പത്ത് കൂടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബുദ്ധിപരവും ആത്മീയവുമായ സമ്പത്ത് ശോഷണം ചെയ്യപ്പെടുന്നുള്ള നബി വെറുതെ അല്ല. ദൈവത്തിന് ഓരോ നിമിഷവും അധികാരത്തിൻ്റെ ഉന്നത സ്ഥാനത്തിരിക്കുമ്പോൾ ഒരു കട്ട വീട്ടിൽ പിന്നെ പനയോലയുടെ തലവണയും ഇതും വെച്ചിട്ട് ജീവിക്കാൻ കാരണം അതൊരു പാഠമായിരുന്നു എന്നതാണ്. ഏറ്റവും വലിയ മഹാത്മാക്കളൊന്നും ഭൗതികമായിട്ടുള്ള വലിയ സമ്പത്തിൽ രമിച്ചവരല്ല. ശ്രീകൃഷ്ണൻ യുധിഷ്ഠിര കൊട്ടാരത്തിന് മുമ്പ് വിതുരരെ ചെറ്റക്കൂട്ടിലേ കടന്നുറങ്ങുകയുള്ളൂ. മറ്റോടത്ത് എല്ലാ സൗകര്യം ചെയ്തു തന്നാലും. കാരണം വല്ലാതെ അത് നമ്മളെ കുട്ടികളെ നമ്മൾ വല്ലാതെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കരുത് എന്നുള്ളതാണ്. കുട്ടികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കണം. അത് കരുതി കൂട്ടിയിട്ടില്ല. നമുക്കൊന്നും ഉണ്ടായിട്ടില്ല വിചാരിച്ചിട്ട് എല്ലാം കൊടുത്തിട്ടാണ് ഈ പിള്ളേരിങ്ങനെ കൊള്ളരുതാത്തവരാകുന്നത്. അപ്പം അതും കൂടി ഇപ്പം നമ്മളെ മതതത്വങ്ങളാണ് ഇതിൻ്റെ അകത്തിൽ ഉണ്ട്. കാരണം നബിയുടെ ശരിക്ക് ജീവിതത്തിൽ പകർത്തുന്ന ഒരു മാതാപിതാക്കളും തന്നെ വലിയ സുഖസൗകര്യം മക്കൾക്ക് അധികമായിട്ട് കൊടുക്കില്ല. അവർക്ക് സ്വയം പഠിക്കാനും വേദനകളും മറ്റുള്ളവരെയും മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വളർത്തിയെടുക്കും. ഇപ്പം ഇന്നാളത്തെ ഇതിൻ്റെയൊക്കെ പ്രശ്നത്തിൽ ഞാൻ വളർത്തുദോഷം വിനാശകരമാണെന്നൊരു ലേഖനം എഴുതിയിരുന്നു മാതൃഭൂമിയിൽ. അതിലിപ്പോഴത്തെ ഈ പഠനം പാൽപ്പായസമാക്കുക എന്നാണല്ലോ പറഞ്ഞത്. ഞാൻ KSTയുടെ ഇതിൽ തന്നെ എഴുതി പാൽപ്പായസം അത്രയ്ക്ക് വേണമെന്ന്. കാരണം വല്ലാതെ മധുരം കഴിച്ചാൽ മത്ത് പിടിച്ച് കിടക്കുകയുള്ളൂ, ഉണർച്ച ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് പലപ്പോഴും ചെറുപ്പത്തിലുള്ള വിഷമങ്ങളും വേദനകളും നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ മഹാത്മാഗാന്ധി, മാർട്ടിൻ ലൂതർ കിങ്, മണ്ടേല, ഇവരെല്ലാം തന്നെ അവരുടെ മാതാപിതാക്കൾ ചെറുപ്പത്തിൽ ചോക്ലേറ്റ് വാങ്ങിക്കൊടുത്തല്ല ഓർത്തത്. അവർ തെറ്റ് ചെയ്തപ്പോൾ ഉചിതമായ ശിക്ഷ നൽകി. അങ്ങനെ ചവിട്ടി കുത്തി പിടിച്ചിട്ടുള്ളതല്ല പറയാം. സ്നേഹമുള്ള മാതാപിതാക്കളെങ്കിൽ ഒരു നോട്ടമേ വേണ്ടു, അതിലപ്പുറം അടിക്കാനും പിടിക്കാനും നിൽക്കണ്ട. സ്നേഹമുള്ള മാതാപിതാക്കളുടെ ശിക്ഷ കുട്ടികൾക്ക് അനുഗ്രഹമായിട്ടേ ഭവിക്കുള്ളൂ. എന്തിനാ വെസ്റ്റേൺ കൺട്രീസിൽ അമേരിക്കയിലൊക്കെ കുട്ടികൾക്ക് പോലീസ് സ്റ്റേഷൻ്റെ നമ്പറാണ് ബുദ്ധി ഉറച്ചാൽ കൊടുക്കുക. തന്തയും തള്ളയും തച്ചു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഗവൺമെൻറ്റിന് വിശ്വാസമില്ല മാതാപിതാക്കളെ, സ്നേഹമില്ല ഇവർക്ക്. അപ്പോൾ സർക്കാരിന് രക്ഷിക്കേണ്ട നിവൃത്തി വരാം. സ്നേഹമുള്ള മാതാപിതാക്കളാണെങ്കിൽ അവരുടെ ശിക്ഷ അനുഗ്രഹമായിട്ടേ ഭരിക്കും. ഇത് ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ മോഡേൺ ഇതിനനുസരിച്ച് കുട്ടികളെ തല്ലണം പിടിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷേ നമ്മൾക്ക് പലപ്പോഴും നമ്മളുടെ ആത്മവിചിന്തനത്തിന് ഉപയോഗിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങൾ മുതിർന്നവരിൽ നിന്നുള്ളതാണ് നമ്മളെ കറക്റ്റഡാക്കി എടുക്കുക. വിശ്വാസത്തിൻ്റെ സ്വഭാവം നിർവചിക്കുന്നു. മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധം, പ്രകൃതിയും തമ്മിലുള്ള ബന്ധം. അപ്പോൾ പാരിസ്ഥിതികമായിട്ടുള്ള ഒരു അവബോധം അതിൻ്റെ അകത്തുണ്ട്. ദൈവവും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തിന് ഇസ്ലാം അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ള സന്മാർഗ മൂല്യങ്ങൾ, സത്യം, നീതി, ദയ, വിശ്വസ്തത ഒക്കെ പറയും. സത്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലമീൻ എന്ന് അറിയപ്പെട്ട ഒരാളായിരുന്നു നബി. ചെറുപ്പം മുതൽ തന്നെ വിശ്വസ്തത എന്ന് പറഞ്ഞ വാക്ക് കേൾക്കുക എന്ന് മാത്രമല്ല. വിശ്വസ്തത എന്ന് പറഞ്ഞാൽ അത് ഒബേയിങ് ദി ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ലാംഗ്വേജ് എന്നുള്ളതാണ്. ലാംഗ്വേജ് എന്താ? മനുഷ്യനെ മനുഷ്യനാക്കി മർത്യഭാഷയാണെങ്കിൽ മനുഷ്യൻ്റെ മർത്യഭാഷ ഒരു കോൺട്രാക്റ്റാണ്. ഞാനും നീയും തമ്മിലുള്ളൊരു കരാറാണ് കോൺട്രാക്റ്റ്. അതുകൊണ്ട് ഭാഷ സത്യം പറയാനാണ് ഭാഷ. കളവ് പറയാൻ വേണ്ടി ഭാഷ ഉപയോഗിക്കാൻ പാടില്ല. ഇന്ന് കളവ് പറയാൻ വേണ്ടി ഭാഷ ഉപയോഗിക്കേണ്ടാണ് ലോകം അങ്ങനെ കെട്ടുപോകുന്നത്. പക്ഷെ കളവ് പറയുന്ന പല ആൾക്കാരും ഉണ്ട് കേട്ടോ. നമ്മളെ ഹിന്ദുക്കളാണെങ്കിൽ അവസാനം നിവൃത്തിയില്ലാത്തപ്പോൾ കളവ് പറഞ്ഞ ധർമ്മത്തിന് വേണ്ടി കളവ് പറഞ്ഞതാ. അശ്വത്ഥാമ ഹത എന്നുള്ളതൊക്കെ പറഞ്ഞ സമയത്ത് അശ്വത്ഥാമ ആനയാണ്. പക്ഷെ ആ സമയത്ത് അങ്ങനെ ധർമ്മത്തിന് വേണ്ടി ശ്രീകൃഷ്ണൻ എപ്പോഴോ കളവ് പറയാൻ പ്രേരിപ്പില്ല വെച്ചിട്ടാണ് ഇവർ ജീവിതം മുഴുവൻ കളവേ പറയും. ഇസ്ലാമിലുണ്ട് തോന്നുന്നു ജീവൻ രക്ഷിക്കാൻ വേണ്ടി കളവ് പറയാമെന്നുണ്ട് തോന്നുന്നു. അപ്പം ജീവൻ രക്ഷിക്കാൻ വേണ്ടി കളവ് പറയാമെന്ന നബി അതുണ്ടല്ലോ ഇസ്ലാം പറയാം. പിന്നെ ജീവിതത്തിൽ മുഴുവൻ കളവ് പറഞ്ഞേക്കാണ്. ഇങ്ങനെയൊക്കെ തലതിരിഞ്ഞ കാര്യങ്ങൾ. ഇസ്ലാം ഒരു നല്ല മുസ്ലിം ആണെങ്കിൽ കളവ് പറയാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. യാതൊരു ഇതുമില്ല. അറിയാതെ നല്ലൊരു ഹിന്ദു ആണെങ്കിലും കളവ് പറയാൻ പാടില്ല. അറിയാതെ പറഞ്ഞുപോയ വാക്ക് ഇനി വേണ്ടി പോലും വാക്ക് തെറ്റിക്കാൻ പറ്റില്ല. ജീവിതം മുഴുവൻ വിവാഹം കഴിക്കാതെ ജീവിക്കുക, സ്വത്ത് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഹൈന്ദവമായിട്ടുള്ള
മഹാപുരുഷന്മാർ. അപ്പോൾ ഏത് ഭാഗത്തുള്ളവരും കളവ് പറയുന്നത് ശരിയല്ല. ഇന്ന് നമ്മൾ ഏറ്റവും ഊന്നി പറയേണ്ടത് മറ്റേ ന്യായമായിട്ട് കൊണ്ടുവന്നവരെ നമ്മൾ ഓട്ടിച്ചു കളയണം. പിന്നെ ഇങ്ങനെ ചില വിദണ്ഡവാദങ്ങളുണ്ട്, ഞാനത് പറയുന്നതാണ്. പിന്നെ സന്മാർഗ മൂല്യങ്ങൾ, സത്യം, നീതി, ദയ, വിശ്വസ്ത, സാമൂഹ്യ നീതി ഇസ്ലാമിലുള്ള ഒരു വലിയ കാര്യമാണ്. അതിൽ സാമൂഹ്യ നീതി, പിന്നെ നമ്മൾ ഇതൊക്കെ സക്കാത്ത് കൊടുക്കുന്നതൊക്കെ സാമൂഹ്യ നീതിയുടെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ ഇസ്ലാമിൻ്റെ ഈ വിശാലവും പുരോഗമനവുമായിട്ടുള്ള ഈ ആശയങ്ങളൊക്കെ തന്നെ പിന്നെ നമുക്ക് സാഹിത്യത്തിൽ കൂടെ കൊണ്ടുവരുന്ന സമയത്ത്, സാഹിത്യത്തിൽ കൂടെ എന്തും കൊണ്ടുവരുന്ന സമയത്ത് അത് ഹൃദയസ്പർശിയായിട്ട് മാറുന്നു എന്നാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ളത്. മറ്റിപ്പോൾ നമ്മൾ ഈ തത്വചിന്തകളും ഒക്കെ ഇങ്ങനെ പ്രബോധനം ചെയ്തതിനേക്കാട്ടിലും, അതുകൊണ്ടാണ് നമ്മളിന്ന് കൂടിയ ഈ ഇരിപ്പിൻ്റെ ഏറ്റവും വലിയ ഗുണം സാഹിത്യത്തിൽ കൂടെ അതെങ്ങനെ കൊണ്ടുവരാൻ പറ്റും, എങ്ങനെ ഹൃദയങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും എന്നതിൻ്റെ ഒരു പ്രവർത്തനമാണ് നമ്മൾ ഇന്ന് ഇവിടെ നടത്തുന്നത്. ഞാൻ അധികം നീട്ടുന്നില്ല, നമുക്ക് ഇതിലേക്ക് പോവാം. ഇനിയിപ്പോൾ ഞാൻ നബിയുടെ പറ്റി കുറച്ച് പറയാഞ്ഞാലൊരു പൂർണ്ണത കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണ്. പിന്നെ എങ്ങനെയാണ് നബി ഒരു സഞ്ചരിക്കുന്ന വിശുദ്ധ ഖുറാനായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് നമുക്കറിയാം. നബിയുടെ ഓരോ മുഹൂർത്തങ്ങളും തത്വപ്രഖ്യാപനങ്ങളായിരുന്നു. ജനിക്കുന്നതിൻ്റെ മുമ്പ് ബാപ്പ മരിക്കുകയും, ജനിച്ച് വല്ലാതെ വൈകാതെ ഉമ്മ പോവുകയും, 6-ാം വയസ്സിൽ വല്യപ്പ മരിക്കുകയും ചെയ്തിട്ടും വഴിതെറ്റാൻ 100,000 അവസരങ്ങൾ തുറന്നു കിടക്കുന്ന സമയത്ത് അതിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് പിന്നെ സന്മാർഗത്തിൽ കൂടെ വന്നു എന്നത് ദൈവത്തിൻ്റെ പ്രവാചകനാണ് എന്നതിൻ്റെ പ്രഥമ ദൃഷ്ടാന്തമായിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ അല്ലമീൻ ഞാൻ പറഞ്ഞില്ല, എങ്ങനെയാണ് വിശ്വസ്തനായി മാറിയത്. കഅബയിൽ ആ കറുത്ത ശില സ്ഥാപിക്കുന്ന സമയത്തെല്ലാം വളരെ സിംബോളിക്കാണ്. ഇതൊക്കെ വളരെ നബിയുടെ പല ജീവിതത്തിലും കാവ്യാത്മകതയുണ്ട്. ഒരു പുതപ്പ് കൊണ്ടുവന്ന് എല്ലാ ഗോത്രക്കാരെയും ഓരോ വശത്ത് പിടിപ്പിച്ച എല്ലാ മനുഷ്യവിഭാഗങ്ങളും കൂടിയും ചേർന്നിട്ട് വേണം ദൈവത്തിന് സമർപ്പിതരാകാൻ വേണ്ടി എന്നുള്ളതാണ്. ഇന്ന് നമ്മളിപ്പോൾ ഉണ്ടല്ലോ, ഇന്നത്തെ വിഭാഗീയത, വംശീയവുമായിട്ടും വർഗീയവുമായിട്ടുള്ള വിഭാഗീയതകൾ നിരർത്ഥകമാണ്, പാടില്ലാത്തതാണ് ദൈവത്തിൻ്റെ മുന്നിൽ എന്ന ഒരു ശാസന കൂടി ഈ കഅബയുടെ പുനഃസ്ഥാപന സമയത്ത് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഹംസ വിരിപ്പായിട്ട് വന്നിട്ടില്ല. പിന്നെ ഖദീജയുടെ പിന്നെ അന്നത്തെ അടിമ ഇതുണ്ടായിരുന്നു. ഖദീജയുടെ സഹോദരൻ്റെ പുത്രനാണ് ഹക്കീം നൈൽകളുടെ സെയ്ദ് എന്ന അടിമേനോട് എത്ര പുത്രൻ്റെ മാതിരി സ്വന്തം പുത്രനായിട്ട് പ്രഖ്യാപിക്കുകയാണ്, പടയാളിയായിട്ട് ഉയർത്തുകയാണ് ചെയ്യുന്നത്. അതേസമയത്ത് മറുവശത്ത് ഉമ്മയ്യത്തൊക്കെ ബിലാലിനെ ഉടക്കെ ചെയ്ത ക്രൂരത നോക്കുമ്പോൾ എങ്ങനെയാണ് പിന്നെ എല്ലാ മനുഷ്യരെയും സ്വന്തം സഹോദരനായി സ്വീകരിക്കേണ്ടത് എന്ന ഒരു കാര്യം. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ഇതൊക്കെ എത്രത്തോളം നിങ്ങൾ യോജിക്കുന്നറിയില്ല. ദൈവത്തിൻ്റെ പുസ്തകത്തിൽ ഈ സെയ്ദിനായിട്ടുള്ള ബന്ധത്തിൽ, സെയ്ദിൻ്റെ ഭാര്യ നഫീസ്, സൈനബ, പിന്നെ അവർ വിവാഹം വേർപ്പെടുത്തിയിട്ട് ഒരൊറ്റ കണ്ടീഷനേ ഉണ്ടായിരുന്നു, നബി വിവാഹം കഴിക്കണം, സെയ്ദിനുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ വേറൊരാൾ അറിയാൻ പാടില്ലാത്ത എന്തോ ഒരു വൈരുദ്ധ്യമുണ്ട്. രണ്ടാളും നല്ല ആൾക്കാരാണ്, രണ്ടാളും ഒന്ന്. ഇപ്പം ചില ആൾക്കാരുണ്ടല്ലോ, നമ്മൾ ഈ ഭയങ്കര അടിപിടിയായിട്ടുള്ള ചില ദമ്പതിമാരുണ്ട്, അവരെ ഓരോരുത്തരെ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ നല്ലവരായിരിക്കും, പക്ഷെ ഇവർ തമ്മിൽ ചേരില്ല. അതാ പ്രശ്നം. അപ്പോൾ പിരിയെന്ന് വൃത്തിയുള്ളൂ, വേറെ ഒരു രക്ഷയില്ല. അതിൽ പിന്നെ കോംപ്രമൈസ് ഒന്നും, അതിൽ ഇസ്ലാമിലെ വകുപ്പുണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ സെയ്ദും ഞാൻ അതിലേക്ക് വല്ലാത്ത ചില സൂചനകൾ ചെയ്തിട്ടുണ്ട്. എന്താ ഇവർ തമ്മിൽ മറ്റുള്ളവരാർക്കും അറിയാൻ പറ്റാത്ത എന്തോ വൈരുദ്ധ്യം സെയ്ദിലുണ്ടോ? അവിടെ ഇപ്പം ഇന്നത്തെ പല പ്രശ്നങ്ങളും ഉണ്ടല്ലോ, പല LGBT ഇതൊക്കെ എന്തെങ്കിലും ആയിരിക്കുമോ അറിയില്ല. അപ്പം ഇതൊന്നും നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യാൻ അർഹനൊന്നുമല്ല, പക്ഷെ സാഹിത്യത്തിൽ ഇങ്ങനെയുള്ള പല ചിന്തകളും. അപ്പോൾ ഇതറിയാൻ പാടില്ലെങ്കിൽ ഏറ്റവും വിശ്വസനായിട്ട് നബി മാത്രമേ. കാരണം ഇവരുടെ ജീവിതത്തിൻ്റെ അകത്തുള്ള ഉള്ളിലുള്ള കാര്യങ്ങൾ വേറെ ആര് കല്യാണം കഴിയും നാട്ടിൽ പറ്റുള്ളൂ അല്ലേ? നബീനെ മാത്രമേ വിശ്വാസമുള്ളൂ സെയ്ദിന്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു വിശ്വസ്തതയുടെ, മനുഷ്യൻ്റെ സ്വകാര്യതയുടെ, ഇതിൻ്റെ എല്ലാം ആഴങ്ങളെ അഡ്രസ് ചെയ്യാണ് നബി. സൈനിൻ്റെ ഈ പെരുമാറ്റം, ഇവർ തമ്മിലുള്ള ഡൈവോഴ്സും ഇതിൻ്റെ അകത്ത് നബി എന്നെ വിവാഹം കഴിക്കണം എന്ന് വരുന്നിടത്ത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ സങ്കീർണതകളെല്ലാം അഡ്രസ് ചെയ്യുന്ന, ഇത് LGBT പ്രശ്നമാണോ എന്നറിയില്ല, എന്താണെങ്കിലും ഇതെല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത് എന്നത്. ഇതെല്ലാം സാഹിത്യത്തിനുള്ള വലിയ വായനകൾക്കുള്ള വലിയ വിഭവങ്ങളാണ്. ഇതൊക്കെ നെഗറ്റീവായിട്ടല്ലാതെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ വലിയ ഈ മതത്തിൻ്റെ ഈ കാരുണ്യം, ഇൻക്ലൂസീവ്നെസ് നമുക്ക് എല്ലായിടത്തേക്കും കൊണ്ടുവരാൻ പറ്റും.
പിന്നെ പെൺകുട്ടികളുടെ ഒരു കാര്യം പറഞ്ഞു, ജൂതൻ്റെ ശവശരീരം കാണുമ്പോൾ അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. മാലിന്യം തള്ളിയ ജൂത സ്ത്രീയെ ഒക്കെ വയ്യാതെയപ്പോൾ പോയി നോക്കി. ഏറ്റവും വിട്ടുവീഴ്ച ചെയ്യുന്ന ആളായിരുന്നു നബി എല്ലാ കാര്യങ്ങളിലും. മക്ക വിജയ സമയത്ത് തന്നെ ഏറ്റവും ഉപദ്രവിച്ചവർക്കടക്കം മാപ്പ് കൊടുത്തു. പക്ഷെ അടിസ്ഥാനപരമായ കാര്യങ്ങളിലോ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിരുന്നില്ല. തന്നെ പ്രലോഭിപ്പിച്ച് തൻ്റെ ഏകദൈവ വിശ്വാസത്തെ തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കയ്യിൽ ചന്ദ്രനെയും മറുകയിൽ സൂര്യനെയും വെച്ച് തന്നാലും ഞാൻ തയ്യാറല്ല എന്ന് പറയാനുള്ള കൺവിക്ഷൻ ഒരു ഭാഗത്തുണ്ടാവുകയും മറുഭാഗത്ത് അലിവുണ്ടാവുകയും ചെയ്യുക എന്നത് മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും വലിയ ഉയർന്ന ഗുണങ്ങളാണ്. കിടങ്ങ് യുദ്ധത്തിൽ ഇസ്ലാമിനെ പലപ്പോഴും നബീനെ കുറ്റം പറയുന്ന വെസ്റ്റേണേഴ്സൊക്കെ പറയുന്ന ഒരു കാര്യം, എന്തൊക്കെയാണെങ്കിലും കിടങ്ങ് യുദ്ധത്തിൽ നബി ചെയ്ത് വലിയ കടുപ്പായിപ്പോയി എന്നുള്ള പറയാറുള്ളത്. മാർട്ടിൻ ലിങ്സ് അടക്കം പിന്നെ ഇങ്ങനെ ഒരു സൂചന നടത്തുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ചെയ്തത് അവരെ പിന്നെ ബനു ഖുറൈള ജൂതവംശത്തിൻ്റെ തന്നെ ഓസ് കുലമുഖ്യനെയാണ് ജഡ്ജായിട്ട് വെച്ചത്. എങ്ങനെയും കഴിച്ചിലാവണമെങ്കിൽ കഴിച്ചിലായിക്കോട്ടെ, കാരണം ഗാമതീയ വംശത്തിലുള്ള തെറ്റ് ചെയ്ത സ്ത്രീനെയും കൂടി രക്ഷപ്പെടുത്താനാണ് നോക്കി. നിങ്ങൾ പൊയ്ക്കോളൂ, നിങ്ങൾ ഗർഭിണിയാണ്, അത് കഴിഞ്ഞിട്ട് വരട്ടെ, എന്നാൽ പിന്നെ കുട്ടിയുടെ പാലൂടി മാറട്ടെ. അങ്ങനെ രക്ഷപ്പെടുത്താൻ, നബി ശിക്ഷിക്കാനല്ല രക്ഷപ്പെടുത്താനാണ് ശ്രമിക്കാറുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇവരെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതാണ്. പക്ഷെ അയാൾ പിന്നെ ദൈവത്തിനെക്കാട്ടിലും വലിയ രാജാവിനെക്കാട്ടിലും വലിയ രാജഭക്തി എന്ന് പറഞ്ഞ മാതിരി പെരുമാറിയിട്ട് കഠിനമായിട്ടുള്ള ശിക്ഷ തന്നെ കൊടുത്തു. അപ്പം ഇതിൻ്റെ സമയത്തുണ്ട് ഇവരെ ശിക്ഷിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ പുസ്തകത്തിൽ അവർ ശ്വാസം മുട്ടി മരിക്കുമ്പോൾ നബി സ്വയം ശ്വാസം മുട്ടുന്നതായിട്ടാണ് ഞാനതിൽ കാണിച്ചിട്ടുള്ളത്. പിന്നെ അബൂ താലിബിനോടുള്ള പെരുമാറ്റം, അബൂ താലിബ് മരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞുവിടെ കഴിഞ്ഞു എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിൽ പിതൃവ്യൻ പല അഭിപ്രായമുണ്ട്. പിതൃവ്യൻ അത്ര കാരുണ്യത്തോടു കൂടിയല്ല നബിയോട് പെരുമാറിയെന്ന് വിലയിരുത്തുന്ന ആൾക്കാരുമുണ്ട്. ഇന്ന് അങ്ങനെയുള്ള അവസാനം വരെ തൻ്റെ വിശ്വാസത്തിലേക്ക് വരാത്ത അബൂ താലിബിൻ്റെ കൂടി നരകത്തിൽ പോവരുത് എന്ന നിലയ്ക്ക് ശരീരം തൊട്ട് നടന്നിട്ടുള്ള ആ നബി ഇതിനെ കണ്ടിട്ട് പ്രപഞ്ചേശ്വരൻ മഴയിൽ കൂടെ കണ്ണീരൊഴുക്കുക. തൻ അയച്ചിട്ടുള്ള ദൈവദൂതൻ ഇത്ര കരുണാമയനല്ലേ വിചാരിച്ചിട്ട് ദൈവം കരയുന്നതായിട്ടുള്ളൊരു ചിത്രമാണ് ദൈവത്തിൻ്റെ പുസ്തകത്തിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത്. കൈ കൊടുത്താൽ മറ്റുള്ളവർ വിടുന്നവരെ കൈ വിടില്ല, നിങ്ങൾ വിട്ടാലും ഞാൻ വിടില്ല എന്നതാണ്. ഇങ്ങനെ ഓരോ പെരുമാറ്റ രീതിയിൽ കൂടിയും കാവ്യാത്മകമായിട്ടുള്ള അർത്ഥധ്വനികൾ ജീവിതത്തിൽ പകർത്തിയിട്ടുള്ള നബി ഉണ്ട്. ഈ നബിയുടെ ജീവിതത്തെ ഇതിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് എന്താ വെച്ചാൽ ഇതൊന്നും കൂടുതൽ സാഹിത്യത്തിലൊന്നും വിവരമില്ലാഞ്ഞിട്ടും ഒക്കെ ഒരു അന്തല്യായ എനിക്ക് എഴുതുന്നോടത്തുണ്ട്. അതുകൊണ്ടായിരിക്കും ഞാൻ നബിയുടെ ജീവിതം, എനിക്ക് നബീനെ എൻ്റെ അമ്മ എന്നെ സ്വന്തം കൃഷ്ണൻ്റെ മാതിരി, നമ്മളുടെ കൃഷ്ണൻ്റെ മാതിരി തന്നെയാണ് നബീന്ന് പഠിപ്പിച്ചു തരുകൊണ്ട് ശ്രീകൃഷ്ണനോടുള്ള സ്നേഹം നബിയിൽ എനിക്ക് ചെറുപ്പം മുതലേ പൊന്നാനി സംസ്കാരം വളർത്തിയെടുത്തിരുന്നു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് നബീനെ കഥാപാത്രമായിട്ട് എഴുതാൻ എനിക്ക് യാതൊരു കയ്യറപ്പും ഉണ്ടായില്ല. അതിനെ ഭാഗ്യവശാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇവിടുത്തെ എല്ലാ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരും വളരെയധികം കൈയഴഞ്ഞ് സ്വീകരിച്ചു. പക്ഷേ എന്നാലും അതിൻ്റെ ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബുദ്ധിജീവികളായിട്ടുള്ള ആൾക്കാരൊന്നും ഇതിനെപ്പറ്റി അധികം എഴുതാൻ അവർ വെറുങ്ങല്ലിച്ച് നിൽക്കുകയാണ് ചെയ്തത് എന്നൊരു പ്രശ്നമുണ്ട്. കാരണം ഈ ബുദ്ധിജീവികളൊക്കെ ആയിട്ടുള്ള ആൾക്കാർക്കുള്ള ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അവരതിൻ്റെ മറ്റതും മറിച്ചതും ഒക്കെ നോക്കുന്നൊരു പ്രശ്നമുണ്ട്. സാധാരണ ജനങ്ങൾ എത്രയോ സ്ഥലത്തും ഗൾഫിലൊക്കെ വലിയ പരിപാടികൾ നടത്തുകയും അക്കാഡമിക്കായിട്ടുള്ള പഠനങ്ങൾ മുസ്ലിങ്ങളുടെ ഭാഗത്ത് നമ്മളെ ഷമീം എഴുതിയിട്ടുണ്ട്. മുഹമ്മദ് എന്തോ എവിടെയോ കുറിപ്പോ എന്തോ എഴുതിയിട്ടുണ്ട് കുറച്ച് ആൾക്കാർ. പക്ഷേ കാര്യമായ പഠനങ്ങളൊന്നും വന്നില്ല. അത് എൻ്റെ പുസ്തകം എന്നുള്ള നിലയ്ക്കല്ല, നമ്മൾ ഈ വിഷയം എടുക്കുന്ന സമയത്ത് അതും ഒരു തിരുത്തേണ്ട ഒരു പ്രശ്നമായിരുന്നു എന്ന് സ്വയം തിരുത്തേണ്ടത്. ഇപ്പം എൻ്റെ പുസ്തകം എന്നുള്ളതല്ല, നബിയുടെ ജീവിതം പൂർണ്ണമായിട്ട് മലയാളത്തിൽ വന്ന പുസ്തകത്തിനോട് എന്തുകൊണ്ട് ഇവിടുത്തെ അക്കാഡമിക് സമൂഹത്തിലുള്ള മുസ്ലിങ്ങൾ നീതി പുലർത്തിയില്ല എന്നത് അവർ സ്വയം സ്വീകരിക്കുക. എവിടെയാണ് ആ മനസ്സിൻ്റെ അടവുകൾ? ഈ അക്കാഡമിക് സമൂഹത്തിലൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര അതിൻ്റെ ബേസിക്കായിട്ട് കിടക്കുന്ന വെസ്റ്റേൺ ആയിട്ടുള്ള ഒരു ഇതാണ്. അത് പലപ്പോഴും അകൽച്ചകൾ ഉണ്ടാക്കും, ഡൈക്കോട്ടമിക് ഉണ്ടാക്കും. അത് ഭൗതികമായിട്ടുള്ള വരുംവരായകകളിലാണ് അത് കൂടുതൽ ശ്രദ്ധ പോകുന്നത്. ആത്മീയമായിട്ടുള്ളൊരു ഒരു ഒരു വിമോചനത്തിലേക്ക് അത് പലപ്പോഴും ആൾക്കാരെ നയിക്കുകയില്ല. അപ്പം ഇത്രയേ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പം തന്നെ അരമണിക്കൂറിലധികമായി തോന്നുന്നു അല്ലേ? അപ്പോൾ ഞാൻ
ഇന്ന് കിട്ടുന്നില്ല. ഇപ്പോൾ പെട്ടെന്ന് സമാഹരിക്കുന്ന മുഹമ്മദൊക്കെ സംസാരിക്കാനുണ്ട്. നമുക്ക് സമയമുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സംവദിക്കാൻ വേണ്ടി ഒരു 10 മിനിറ്റ് ഉപയോഗിക്കാം.